എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളുടെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലാണ്. പക്ഷെ കുറേ കാര്യങ്ങളൊന്നും സെറ്റിലായിട്ടില്ല. കിച്ചണൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ കരുതി ഇനിയിപ്പം എൻ്റെ ഡാൻസും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ 2 ആഴ്ചത്തെ ആ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ കരുതി ഇന്ന് തന്നെ അന്നപ്പനെ ഇട്ടേക്കാം. ഇന്ന് എൻ്റെ പാപ്പലിറ്റോ കുക്ക് ചെയ്യാണ്. ഈവനിങ് ഞങ്ങൾ നല്ലൊരു ബൈസിക്കിൾ റൈഡൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പം നല്ല സമ്മറാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ വി ഗോണ കുക്ക് ബേബി? സീ ഫുഡ് റിസോട്ടോ. ആക്ച്വലി ഹി പ്രോമിസ്ഡ് മീ എനിക്ക് സീ ഫുഡ് പാസ്ത ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ നമ്മൾ പാസ്ത തീരാറായിരുന്നു. നമ്മളത് കണ്ടില്ല. ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് സീ ഫുഡ് പാസ്ത. അത് പാവല് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഉണ്ടാക്കി തരും. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് ദിസ് ടു യു ഗൈസ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ടുള്ള റിസോർട്ടാട്ടോ. ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കുറേ നേരം അങ്ങനെ കുക്ക് ചെയ്യേണ്ട റിസോർട്ടൊന്നുമല്ല. വെരി വെരി ഈസി ആൻഡ് വെരി ഫാസ്റ്റ്. സോ നമ്മൾ സീ ഫുഡ് റിസോർട്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ മിക്സ്ഡ് സീ ഫുഡില്ലേ, അതായത് കലമാരി എന്ന് പറയുമ്പോൾ കണവ, പിന്നെ കല്ലുമ്മക്കായ, മ്യൂസ്ലൂസ്, അതൊക്കെ കൂടി ഒക്ടോപ്പസ്, ഇതെല്ലാം കൂടിയുള്ള നമ്മൾ പാക്കറ്റിൽ സീ ഫുഡ് ഇവിടുത്തെ ഷോപ്പിംഗ് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നാളത്തേക്കും കൂടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ആൻഡ് വെരി ഈസി വേ ഓഫ് റിസോർട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ കുഴഞ്ഞിരിക്കുന്ന ഒരു റൈസാണ്. അതിൻ്റെ റൈസിൻ്റെ ടെക്സ്ചർ തന്നെ ഭയങ്കര കുഴഞ്ഞതാണ്. അപ്പം പാവൽ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ സവാള അരിഞ്ഞിട്ട് കുക്കറിലിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വെജിറ്റബിൾ ബ്രോത്ത്, അതായത് നമ്മൾ വെജിറ്റബിളിൻ്റെ ഇങ്ങനെ ക്യൂബ്സ് കിട്ടില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. അതുണ്ട് നമുക്ക്. അപ്പോൾ അത് വെജിറ്റേറിയൻ ആണ് ഈ സാധനം. എന്നിട്ട് അതിൻ്റെ 2 ക്യൂബ്സ് നമ്മൾ ഇത്രയും വെള്ളത്തിൽ, എന്തോരം റിസോർട്ടോ ഉണ്ടോ അതിൻ്റെ റൈസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇതിട്ട് അലിച്ചിരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാവലിവിടെ തക്കാളി അരിയുണ്ട്. ബിക്കോസ് റിസോർട്ടോ പലതരത്തിലുള്ള റിസോർട്ടോ ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സീ ഫുഡാണ്. പക്ഷെ ഞങ്ങളിവിടെ ഇറ്റാലിയൻ വാപ്പിയാനോ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നമ്മൾക്ക് അവിടെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റിസോർട്ടോയും എല്ലാ പാസ്തയും എല്ലാം. അപ്പം ഞാൻ എപ്പോഴും ടൊമാറ്റോ സോസ് പ്യൂരെ അതിനകത്ത് ഇടും. കെച്ചപ്പല്ല കേട്ടോ, ടൊമാറ്റോൻ്റെ പ്യൂരെ. അപ്പം 2 ടൊമാറ്റോസ് ബേബി. ഇപ്പം 2 ടൊമാറ്റോ നമ്മൾ ഇടുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ പാമിജാൻ ചീസാണ് അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ ചെയ്തിരിക്കുന്ന ഹെൽപ്പ് ഇത് രണ്ടുമാണ് കേട്ടോ. ദെൻ ഇത് നമ്മുടെ നാരങ്ങയില്ലേ, പച്ച കളറിലെ നാരങ്ങ, ഈ മുഴുപ്പുള്ള ഒരു നാരങ്ങ ഫുള്ള് പീൽ ചെയ്തിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്. നാരങ്ങ വെള്ളമല്ല കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യണം, നാരങ്ങയുടെ പീലാണ്. പിന്നെ ബട്ടറുണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്, പിന്നെ ഉള്ളത് വൈറ്റ് വൈനാണ്. നമ്മൾ വൈറ്റ് വൈൻ ഒഴിച്ചില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി. പക്ഷേ എനിക്ക് വൈറ്റ് വൈൻ ഒഴിച്ചിട്ടുള്ള റിസോർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൽക്കഹോൾ പ്രിഫർ ചെയ്യാത്തവർ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം പാവൽ ഇവിടെ അവിടെ ആയിട്ട് ഐ ക്യാൻ സ്റ്റിർ ബേബി ഇഫ് യു വാണ്ട്. സോ നമ്മൾ പ്രഷർ കുക്കറിലാട്ടോ. നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ റിസോർട്ടോ, അതായത് എനിക്ക് പണ്ട് റിസോർട്ടോ ഇതെന്താ കഞ്ഞിയോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ നമ്മൾ ഇറ്റലിയിലും ഒക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പം, സ്പെയിനിൽ റിസോർട്ടോ അല്ല, ഇറ്റലിയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ പല സാധനം കൊണ്ടുള്ള റിസോർട്ടോ കഴിച്ച് ഞാൻ റിസോർട്ടോ പ്രാന്തിയാണ്. സോ ദേ ഗാർലിക് പീൽ ചെയ്ത് പ്രസ് ചെയ്തിട്ടാണ്. ഹൗ മെനി ഗാർലിക്സ് ആർ ദേർ ബേബി? ഞങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ 5 ഗാർലിക് എടുത്തിട്ടുണ്ട്. ആൻഡ് ഹൗ മെനി കപ്സ് ഓഫ് റിസോർട്ടോ റൈസ് ആർ യു പ്ലാനിങ് ടു കുക്ക്? Like 200 grams. റിസോർട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചട്ടിയിലിട്ട്
കുക്ക് ചെയ്ത് ഇളക്കി ഒരു പരുവാവണ സാധനമാണ്. പക്ഷേ ഞങ്ങൾ മടിയന്മാർ കണ്ടുപിടിച്ച ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ കുക്കർ റിസോട്ടോ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്യും എന്ന്. സോ ലെറ്റ്സ് സീ. ഇവിടെ ഗാർലിക്ക് നല്ല രീതിയിൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. And it should be brown or pink. The onion? It should be not burnt. So നമ്മൾ അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. So before did you put butter or something? No, I'm going to put the butter later after the risotto is finished for extra creamy taste. Yeah. So now we are sorting it just with olive oil. അപ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഇത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കോമ്പറ്റീഷൻ ഡാൻസ് ജൂൺ 7 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സിക്കായി പോയി. 1 വീക്ക് കിടപ്പായിരുന്നു, പനി ജലദോഷം ഒക്കെ ആയിട്ട്. അപ്പോൾ വീടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വീട് മാറിയത്. അതുകൊണ്ട് തന്നെ കസേരയ്ക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. കിച്ചൺ ഞാനൊന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബെഡ്റൂം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വയ്യായെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസ് റൂം എൻ്റെ ശരിയാക്കി. പവലിൻ്റെ ഓഫീസ് നേരെ ശരിയാക്കിയായിരുന്നു. അപ്പം ഞാൻ വീടിൻ്റെ ഒരു ടൂറ്, നിങ്ങൾ എൻ്റെ ആ അപ്പാർട്ട്മെൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ വീടിൻ്റെ ടൂറ് ഞാൻ തരാം വൺസ് എവറിത്തിങ് ഇസ് സെറ്റിൽഡ്. അപ്പോൾ ഇപ്പം നമുക്ക് റിസോർട്ടോയിലേക്ക് പോവാം. അങ്ങനെ പാവില് 200 gram റൈസ്. അങ്ങനെ സോ ഇറ്റ്സ് ഗോണ ബി 400 and trying to put 2 cups of broth. ഒരു കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം. ഇറ്റ്സ് സെയിം ലൈക്ക് ബാസ്മതി റൈസ്. I do the same. 1 cup rice, 2 cup water, but it's not pressure cooked. It's boiled and it's cooked pretty fast. Basmati rice cooks pretty fast. റിസോട്ടോ റൈസ് കുറച്ചധികം സമയം എടുക്കും ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് കുക്കറിൽ ഇടുന്നതാണ് നല്ലത്. ഈ റൈസ് നമ്മുടെ ബാസ്മതി പോലെയൊന്നല്ല, ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചറാണ്. ഡു യു നോ ദ നെയിം ഓഫ് ദിസ് റൈസ്? അർബോറിയോ. ഞാനത് എഴുതാട്ടോ, എനിക്ക് കണപ്പട അറിയില്ല. പക്ഷേ റിസോട്ടോ എന്ന് ആ റൈസിൻ്റെ മുകളിലൊക്കെ റിസോട്ടോ റൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് മേടിച്ചാൽ മതി. സോ കണ്ടോ, ഇത് നമ്മൾ സോട്ട് ചെയ്ത സവാള നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒലിവ് ഓയിലും സവാളയിലും ഗാർലിക്കിലും ഈ റൈസ്, ബാസ്മതി റൈസൊക്കെ ആദ്യം ഒന്ന് ഡ്രൈ ആക്കണ പോലെ തന്നെ, ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യണ പോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യണം കേട്ടോ. വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിൻ്റെ അകത്തേക്ക് സാധനം ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യമ്മി റിസോർട്ടാണ് റെഡി ആവാൻ പോകുന്നത്. നോർമലി ബേബി, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ഫോർ യു ടു മേക്ക് ദിസ്? 20 minutes, 25 maybe 30, depends. How fast I move cutting stuff. That's the longest part, because the cooking is only like very fast. 6 minutes in the pressure cooker, then you add seafood a little bit, I don't know, a couple of minutes. Because you cannot add the seafood to the pressure cooker, because it's gonna get super rubbery. Yeah. How long you have to do this? Like 2 minutes, maybe 3 minutes, whatever, something like this. Okay, now the wine. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബ്രോത്തിൻ്റെ പുറമേ നമ്മളിനി ഒഴിക്കാൻ പോകുന്ന വൈനാണ്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സ്മെൽ സോ ഗുഡ്. ഞങ്ങൾക്കിപ്പോൾ പുതിയ ഹൗസ്, നേരത്തെ നമുക്കുള്ളത് ഗ്ലാസ് വെയർ കുക്ക് ടോപ്പായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്, കുക്ക് വെയർ ആണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കുക്കാവണത്. ഇപ്പോൾ ബാസ്മതിയുടെ ഒക്കെ പെട്ടെന്നാണ് എല്ലാം ബേൺ ആവുന്നതും കുക്കാവുന്നതും ഒക്കെ. അപ്പം നമ്മളെപ്പോഴും സൂക്ഷിക്കണം. പിന്നെ എല്ലാ പാത്രങ്ങളും ഒന്നും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ പാത്രം നമുക്ക് കളയേണ്ടി വന്നു. സോ വൈൻ ദേ കുളുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് നൗ വാട്ട് വിൽ യു ഡു? Now we wait until the wine is evaporated or absorbed by the rice. Absorbed by the rice. അപ്പോൾ നമ്മൾ വൈൻ ഈ ചോറിൻ്റെ, അതായത് ഈ റൈസിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് കയറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനത്ര സമയമൊന്നും വേണ്ട കേട്ടോ. So what are you doing now?
gonna add the broth. Second cup. But the other cup was only half. And a little bit left. If it's too dry after we Yeah, cook, we always can add. also add it. So നമുക്ക് കുറച്ച് And tomatoes. Yes. നമ്മൾ ടൊമാറ്റോ ഇടാൻ പോവാണ്. അപ്പം നമ്മൾ ബ്രോത്ത് ഒഴിച്ചു. ബ്രോത്ത് ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല, ക്യൂബ്സ് ആണ്. മീറ്റ് ബ്രോത്തും കിട്ടും, പക്ഷേ ഞങ്ങളിപ്പോൾ ഇത് സീ ഫുഡ് റിസോർട്ടോ ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബ്രോത്താണ് യൂസ് ചെയ്യണത്. എൻ്റെ കൂടെ മീറ്റ് ബ്രോത്ത് കൊള്ളില്ല. കണ്ടോ, ടൊമാറ്റോയും ബ്രോത്തും വൈനും ചോറും Now I'm സവാള. gonna mix it for the last one time. I'm gonna put the lid. Full pressure. Salt? I don't think we need to salt now. I think it's better to salt later. ബ്രോത്ത് ഇസ് ഓൾറെഡി സോൾട്ടി. ബ്രോത്ത് എപ്പോഴും സോൾട്ടിയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്രോത്തിൻ്റെ സോൾട്ട് ആദ്യം നോക്കിയിട്ട് വേണം പിന്നെ എക്സ്ട്രാ സോൾട്ട് ഇടാൻ. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ബ്രോത്തിൻ്റെ സോൾട്ട് നോക്കാതെ എനിക്ക് ബ്രോത്തിന് സോൾട്ട് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ എക്സ്ട്രാ എന്താ പറയുക സോൾട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ഉപ്പ് കൂടിപ്പോൾ കുക്കർ അടച്ചു. അപ്പോൾ ഇത് സോൾട്ട് ഇപ്പം ഞങ്ങൾ ഇട്ടിട്ടേ ഇല്ല, കാര്യം ബ്രോത്ത് നല്ല സോൾട്ടിയാണ്. ലേറ്റർ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതേ കുക്കർ അടച്ചു, വിസിലിട്ടു. ഫുൾ ഫ്ലെയിം? Full flame until it whistles, and then we reduce it. Full flame until it whistles. Yeah, well, it goes. First whistle. Yeah. Then it's full pressure, and then you can lower it down. 2, 7, 6, Like, 3. so it doesn't go like. It's cold and steady. Maybe 3, 4. Oh, I don't know. Maybe like 5. You start in the middle way. Yeah. അപ്പം ആദ്യം ഫുൾ തീയിൽ ഒറ്റ വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ പിന്നെ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട്, അതായത് പകുതി കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഹൗ മെനി വിസിൽസ്? We're gonna do like 6 minutes. 6 മിനിറ്റ് അതങ്ങനെ First ഇരുത്തും. time, like lows the steam. ഫുൾ തീയിലാട്ടോ ആദ്യം. ഇതിപ്പോൾ പടയേന്നായത് കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് വിസിൽ വരാറായി. നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര നേരം വേണം? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ ദേ ഇവിടെ ഇനി നല്ല രീതിയിൽ ഒതുക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ Good time to start cleaning. ഇതാട്ടോ ഫ്രോസൺ സീ ഫുഡ്. നമുക്കിവിടെ ഒറിജിനൽ ഫിഷ് ഒന്നും ഫ്രഷായിട്ടൊന്നും കിട്ടത്തില്ല, നമുക്ക് ഫ്രോസണേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇത് കണ്ടോ, കണവ, എന്താ പറയുക, മ്യൂസിൽസ്, കല്ലും മെക്കായോ, കക്കയിറച്ചിൻ്റെ വലുത്, പിന്നെ ഷ്രിംപ്, ഒക്ടോപ്പസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ള സീ ഫുഡാണ്. ആദ്യത്തെ വിസിൽ വന്നു. ഓൾറെഡി എന്തോ ഇങ്ങനെ പെപ്പറല്ല കുറച്ച് ബേസിലോ എന്തോ വെച്ചിട്ട് അവിടെ ഒരു മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത് ഗാർലിക്കും ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലാത്തത് ഇവിടെ മേടിക്കാൻ കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെറുതെ ഗാർലിക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് മേടിച്ചിരിക്കണേ. പക്ഷെ അല്ലാത്തത് കിട്ടും ഇവിടുത്തെ കടയിൽ, നമ്മുടെ നാട്ടിൽ. ഞാൻ നിങ്ങൾ റിസോർട്ടോ റൈസ് എങ്ങനെ ഇരിക്കണേന്ന് കാട്ടിത്തരാം കേട്ടോ. റിസോർട്ടോ റൈസ് ഇങ്ങനെയാട്ടോ ഇരിക്കണേ, നല്ല ഇങ്ങനെ കണ്ടോ ക്രീമി ആയിട്ട് വരും. ഇതിങ്ങനെ വലിയ അരിയാണ്, പക്ഷേ നമ്മുടെ മട്ടയല്ല ഇത്. ഇതിന് വേണ്ടിയിട്ടുള്ള റിസോർട്ടോൻ്റെ റൈസാണ്. അപ്പം നമ്മുടെ ചോറ് കൊണ്ടൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കുഴഞ്ഞ് ക്രീമായിട്ട് വരും. ഇത് കണ്ടോ, ബാസ്മതി അരിയും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ. പക്ഷേ എന്ന് കരുതി നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അരിയല്ല കേട്ടോ ഇത്. റിസോർട്ട് റൈസ് നിന്ന് മേടിക്കാൻ കിട്ടും, അത് തന്നെ മേടിച്ചാലേ ഇതിൻ്റെ ആ ഒരു കുഴഞ്ഞിരിക്കുന്ന രൂപം നമുക്ക് കിട്ടുള്ളൂ. സോ അങ്ങനെ കുറച്ച് തീയിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് മൊത്തത്തിലെടുത്തിട്ട് പവല് അതിനകത്തെ പ്രഷർ മുഴുവൻ കളഞ്ഞു. Oh, it's very liquidy. That's okay, it's gonna get I'm gonna now ഇപ്പം നല്ല open, വെള്ളപ്പരുവത്തിൽ stir it a little bit. കണ്ടോ, ക്രീമിയാണ്, ലിക്വിഡിയാണ്, പക്ഷെ നമുക്ക് ഇനിയും പരിപാടിയുണ്ട്, അതുകൊണ്ട് ആ വെള്ളം പറ്റിക്കോളും. യു വോണ്ട് ദ ലിഡ്? No, I'm just gonna add the seafood.
നമ്മൾ സീ ഫുഡ് ആഡ് ചെയ്യാണ്. നമ്മൾ 2 പാക്കറ്റ് സീ ഫുഡ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് Maybe 600 grams. 600 gram. Maybe 700. യാ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഏത് ഇട്ടാ അങ്ങോട്ട് കാച്ച്. Medium flame. ഓക്കെ, മീഡിയം ഫ്ലെയിം. Only couple minutes until the shrimps stop being pink and they're kind of like Stop being pink. pink. Yes. They get kind of transparent, semi-transparent when they don't. Should not be rubbery. No. Also it should not be pink. Semi transparent. Couple of minutes. And നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യും. കഴിഞ്ഞിട്ട്, അതായത് ഈ കുക്ക് ചെയ്ത റൈസ് വേവിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇപ്പം നമ്മൾ റൈസ് വേവിച്ചു, സീ ഫുഡ് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും. What else are we gonna add, baby? Juice from we're gonna add the Lime juice also. Yeah, why not? Okay. It gives like a fresh taste. We're gonna add pepper, maybe some salt, for sure chili, and then a spoon of butter or two. And the parsley. cheese. And parsley, yes. പാർസ്ലേ നമുക്ക് ഫ്രഷ് ആയിട്ട്, പാർസ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഇലയാണ്, അത് ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടകളിലൊക്കെ ഡ്രൈ പാർസ്ലേ മേടിക്കാൻ കിട്ടും. പാർസ്ലേക്ക് മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. കണ്ടത് ഇപ്പം ഇങ്ങനത്തെ രൂപത്തിലാണ്. സീ ഫുഡൊന്നും വെന്തതല്ല, നമ്മൾ ഇതിനകത്തിരുന്ന് ഇങ്ങനെ വേവണം. നമുക്ക് ഡ്രൈ പാർസ്ലേ ഉണ്ട്, കുറച്ച് ഫ്രോസൺ പാർസ്ലേ ഇരിപ്പുണ്ട്. കണ്ടോ, അതിങ്ങനെയാണ് പാർസൽ ഇരിക്കുന്നത്. നമ്മുടെ കൊറിയാൻഡർ പോലെ തന്നെ ഇരിക്കണം, പക്ഷേ ടേസ്റ്റ് കൊറിയാൻഡറിൻ്റെ അല്ല. അപ്പം പാർസലേ തന്നെ മേടിച്ചിടണം. അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ഒതൻറ്റിക് ആ ഒരു ടേസ്റ്റ് വരും. ഏറ്റവും എളുപ്പ വഴിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിന് എക്സ്ട്രാ കറിയൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെയാണ് കഴിക്കുക. Are you gonna put the parsley now? I'm gonna wait maybe until the seafood is done, so the shrimps need to be Cooked. cooked. Yeah. You wanna close the lid or no? I'll let a little bit of the extra water evaporate now. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സീ ഫുഡ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 5 minutes ആയി. അപ്പോൾ അത് അതിനകത്ത് കിടന്ന് കുക്കായിട്ടോ, തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ നാരങ്ങയുടെ തൊണ്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നാരങ്ങയുടെ ടേസ്റ്റ് അല്ല, ഭയങ്കര ഫ്രഷ് ടേസ്റ്റാണ്. ഇല പാർസലേ ഇല ഇടുവാണ്, ഫ്രോസൺ ആണ്. ബേബി Now, original Kerala pepper. Some jar. And spicy chili. ഒരു സ്പൂൺ ഇട്ടാൽ മതി, അതുപോലെ ഒരിക്കുന്നൊന്നുമില്ല, ഇതിനകത്തേക്ക് തന്നെ ഇടുക. അപ്പം നാരങ്ങ നീര്, നാരങ്ങയുടെ തൊണ്ട്, ഒരു ഫുൾ നാരങ്ങയുടെ തൊണ്ട്. നമ്മുടെ നാട്ടിലെ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങ ഉണ്ട് കേട്ടോ, ഇവിടുത്തെ നാരങ്ങയാണെങ്കിൽ 1 മതി. മുളക് പൊടി ആൻഡ് പെപ്പർ ഇട്ട് ഇളക്കുവാണ്. സോൾട്ട് ഇട്ടിട്ടില്ല, ബിക്കോസ് ബ്രോത്തിന് ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചീസിനും cheese. ഉപ്പുള്ളതുകൊണ്ട് So much cheese. യം. It's good. വെരി യമ്മി. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ആട്ടോ കഴിക്കണേ, ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒന്നും കൂട്ടത്തില്ല. ഇതാണ് റിസോട്ടോ. സോ കുക്കറിൽ നിങ്ങൾക്ക് റിസോട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ഇത് ഇറ്റാലിയൻ പീപ്പിൾ ഇത് കണ്ടിട്ട് ഞെട്ടരുത്. ഞങ്ങളുടെ റിസോട്ടോ ഒരു പവർ റിസോട്ടോയാണ്, പക്ഷേ യമ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യമ്മിയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഞാനിനി ഇത് ഇനി how long we need to keep this? It's basically done. We just mix it. But the chili needs to get into the rice and everything. Yeah, it's true. No, a couple of minutes, not much, because then the seafood's gonna overcook. It's already spicy. Okay. Pretty nice. I think now it's just like to put it on a plate and Yum yum. yes. നാട്ടിലെ പ്രഷർ കുക്കറാട്ടോ ഞാൻ ഉപയോഗിക്കണേ.
അപ്പോൾ ഇതേ നമ്മുടെ റിസോർട്ടോൻ്റെ ക്രീമി പരുവാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അരി വെന്തതല്ല, അത് അതിൻ്റെ ടെക്സ്ചറാണ്, ഈ റൈസിൻ്റെ ടെക്സ്ചറാണിത്. സീ ഫുഡിൽ കിടന്നിങ്ങനെ ഇളകി മറിയുന്ന യമ്മി റിസോർട്ട്. എന്തേ ഞങ്ങളുടെ പ്ലേറ്റ് റെഡി ആയിട്ട് കണ്ടോ. ഭയങ്കര ടേസ്റ്റാണ്, റിലാക്സിങ് ഫുഡാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഒരു അരി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിലും ഇത് കിട്ടുമല്ലോ, ഇങ്ങനത്തെ സീ ഫുഡൊക്കെ കിട്ടുമല്ലോ, ഇത് സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീ ഫുഡ് ഒരുമിച്ച് മേടിച്ചിട്ട് എല്ലാം കൂടി അതിനകത്തോട്ടം കിട്ടാൽ മതി. നത്തിങ് സ്പെഷ്യൽ, പക്ഷേ യമ്മിയായിട്ട് കഴിക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് പാസ്ത കൊണ്ടും ഉണ്ടാക്കാം. ആൻഡ് ഐ ലവ് ഹിസ് സീ ഫുഡ് പാസ്ത. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. സീ യം. അങ്ങനെ ഞങ്ങളുടെ വൈനും റെഡി ആയി. ഞാൻ കഴിക്കാൻ പോവാണ്, ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. സോ സ്പൈസി, സോൾട്ടി, ഒരു തരി ഉപ്പ് എക്സ്ട്രാ ഇട്ടിട്ടില്ല കേട്ടോ. ടാങ്കി നാരങ്ങയുടെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. താങ്ക് യു. ഇനി ഞങ്ങളൊരു സീരീസൊക്കെ കണ്ട് ഇവിടെ ചില്ലും. അപ്പം സീ ഫുഡ് റിസോർട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ് ബോക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.